ഹായ് ഓൾ, ഫെറ്റ്ലയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കുറേ പേര് നമ്മുടെ കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പിലൊക്കെ ധാരാളം മെസ്സേജ് അയക്കാറുണ്ട്. എങ്ങനെയാണ് ഈ സൈബർ സെക്യൂരിറ്റി ഫീൽഡിലേക്ക് വരിക, അല്ലെങ്കിൽ എങ്ങനെ +2 പഠിച്ചു കഴിഞ്ഞിട്ട് എന്ത് പഠിച്ചാലാണ് നമുക്ക് സൈബർ സെക്യൂരിറ്റി കരിയറിൽ ഒരു ജോലി നേടാൻ സാധിക്കും, അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ ഡിഗ്രിക്ക് ശേഷം എന്ത് ചെയ്യണം, അങ്ങനെയുള്ള പല കാര്യങ്ങൾ ചോദിച്ച് പലതവണയായിട്ട് മെസ്സേജ് അയക്കാറുണ്ട് ആളുകൾ. അപ്പോൾ ആ കാര്യത്തിനൊരു വ്യക്തത വരുത്തുന്ന വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് സൈബർ സെക്യൂരിറ്റി ഫീൽഡിലേക്ക് വരാം എന്നതിനെപ്പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ ജീവിക്കുന്നത് തന്നെ ഒരു ഡിജിറ്റൽ യുഗത്തിലാണല്ലേ. ഞാൻ പലതവണയായിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പല കാര്യങ്ങളും ഇപ്പോൾ ഡിജിറ്റലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പണ്ട് പല കാര്യങ്ങളും നേരിട്ട് പോയി ചെയ്തിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ നമുക്ക് ഒരു വിരൽ തുമ്പിൽ, അതായത് ഫോൺ വഴി നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ വളരെ എളുപ്പം നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഡേറ്റ അവിടെ എത്രത്തോളം സുരക്ഷിതമാണെന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സൈബർ സെക്യൂരിറ്റിക്ക് ഇന്നത്തെ ഈ യുഗത്തിൽ നല്ല വലിയൊരു റോളുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഫീൽഡിൽ നല്ല രീതിയിൽ ജോലി സാധ്യതകളും ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം +2 കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ നിങ്ങൾ +2 പഠിക്കുന്നവരാണെങ്കിൽ എങ്ങനെ നമുക്ക് ഈ ഒരു ഫീൽഡിലേക്ക് വരാമെന്ന് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ കണ്ടുവരുന്ന പലരും ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്കാണ് ഞാനിപ്പോൾ കുറേയായി കാണുന്നുണ്ട്. എല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ +2 കഴിഞ്ഞാൽ ഉടൻ തന്നെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ചേർന്നിട്ട് എന്തെങ്കിലും ഒരു 6 month സൈബർ സെക്യൂരിറ്റി കോഴ്സ് പഠിക്കും. എന്നിട്ട് അവിടുന്ന് തന്നെ അവരേതെങ്കിലും ഒരു ജോലിയിൽ കയറുന്നതാണ് കാണുന്നത്. ഇതെന്ന് പറയുന്നത് വളരെ വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം, ഇപ്പോൾ പലതരം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടല്ലേ സൈബർ സെക്യൂരിറ്റി കോഴ്സുകൾ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി മാത്രമല്ല, ഇപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റോ വെബ് ഡെവലപ്മെൻറ്റോ അങ്ങനെ കോഴ്സുകൾ പഠിപ്പിക്കുന്ന ധാരാളം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അപ്പോൾ കുട്ടികൾ ചെയ്യുന്ന പ്രധാന മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, +2 കഴിഞ്ഞതിന് ശേഷം ഡയറക്റ്റ്ലി ഒരു ഡിഗ്രി പോലും ചെയ്യാതെ ഡയറക്റ്റ്ലി ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ചേർന്നിട്ട് ഏതെങ്കിലും ഒരു 6 മാസത്തെ കോഴ്സ് പഠിച്ചിട്ട് ഡയറക്റ്റായിട്ട് ഒരു ജോബിലേക്ക് അവർ പ്ലേസ് ചെയ്യും. പ്രശ്നം വരുന്നത് അവിടെയല്ല. അവർ പ്ലേസ് ചെയ്യും, നിങ്ങൾക്ക് ആ കമ്പനി ജോലി കിട്ടും. അവിടെ അവർ എലിജിബിലിറ്റി എന്ന് പറഞ്ഞത് ഒരു ഡിഗ്രി ആയിരിക്കില്ല. അവർക്ക് എന്തെങ്കിലും അവരുടെ സ്കില്ലനുസരിച്ച് അവരൊരു ജോബ് അവിടെ ഉണ്ടായിരിക്കും. പക്ഷേ പ്രശ്നം വരുന്നത് അവിടെയല്ല. നിങ്ങൾ ആ ജോബിൽ നിന്ന് മാറി മറ്റൊരു കമ്പനിയിലേക്ക്, അതായത് അവിടെ ഒരു 2 years അല്ലെങ്കിൽ 1 year എക്സ്പീരിയൻസ് ആയതിനു ശേഷം നിങ്ങൾ മറ്റൊരു കമ്പനിയിൽ ജോലി നോക്കുമ്പോൾ ആ കമ്പനിയുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി ആയിരിക്കും. അപ്പോൾ അവിടെയാണ് നിങ്ങൾക്ക് പ്രശ്നം വരുന്നത്. അതായത് +2 കഴിഞ്ഞ് നിങ്ങൾ ഡയറക്റ്റ്ലി ആ ജോലി കയറിയുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ആ ഒരു ഡിഗ്രി ഇല്ലാതെ പോകുന്നു. അപ്പോൾ അവിടെ കാര്യം ശരിയാണ്, സ്കില്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിരുന്നാലും ചില കമ്പനിയുടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, ബേസിക് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ +2 കഴിഞ്ഞ ശേഷം ആദ്യം ചെയ്യേണ്ടത്, ഡയറക്റ്റ്ലി ഇങ്ങനൊരു കോഴ്സിന് പോയി ചേരാതെ ഒരു ഡിഗ്രി ചെയ്യുക. എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഒരു കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ഡിഗ്രി. ഇപ്പോൾ ധാരാളം കോഴ്സസ് ഉണ്ട്. ഇപ്പോൾ BSc കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, BCA ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ സൈബർ സെക്യൂരിറ്റി ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ഇപ്പോൾ ധാരാളം സൈബർ സെക്യൂരിറ്റി കോഴ്സ് തന്നെ വരുന്നുണ്ട് ഡിഗ്രിയിൽ. ഇപ്പോൾ BSc കമ്പ്യൂട്ടർ സയൻസ് വിത്ത് സൈബർ സെക്യൂരിറ്റി, അല്ലെങ്കിൽ BCA വിത്ത് സൈബർ സെക്യൂരിറ്റി, അല്ലെങ്കിൽ BVOC ഇൻ സൈബർ സെക്യൂരിറ്റി, അല്ലെങ്കിൽ BTech തന്നെ ഇപ്പോൾ സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ഇതിപ്പോൾ സൈബർ സെക്യൂരിറ്റി ഒരു ചാനലായതുകൊണ്ടാണ് ഞാൻ സൈബർ സെക്യൂരിറ്റിയുടെ കാര്യം മാത്രം എടുത്ത് പറയുന്നത്. ഇപ്പോൾ സെക്യൂരിറ്റി അല്ല, നിങ്ങൾ വേറെ ഡെവലപ്മെൻ്റ് ആണെങ്കിൽ അതും ഇങ്ങനെ ചെയ്യുക. ഇപ്പോൾ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ധാരാളം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടെ കുറ്റം പറയുകയല്ല, അവിടെ നല്ല രീതിയിൽ തന്നെ പഠിപ്പിക്കും, കാര്യങ്ങളെല്ലാം ചെയ്യും. പക്ഷേ +2 ശേഷം നിങ്ങൾ ഡയറക്റ്റ്ലി അങ്ങനെ പോയി ചേരാനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ അത് വളരെ മോശം തീരുമാനമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾ ഒരു 10th സ്റ്റാൻഡേർഡ് പഠിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ 11th സ്റ്റാൻഡേർഡ് പഠിക്കുന്നവരാണെങ്കിൽ, ഇപ്പോൾ 10th സ്റ്റാൻഡേർഡ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അടുത്ത സ്ട്രീം എന്ന് പറയുന്നത്, നമുക്കറിയാലും 10th കഴിഞ്ഞാൽ നമുക്ക് 2 സ്ട്രീമുണ്ട്, കൊമേഴ്സ്, സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് അങ്ങനെ. അപ്പോൾ നിങ്ങൾ 10th കഴിഞ്ഞ് നിൽക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും സൈബർ സെക്യൂരിറ്റി ഫീൽഡിൽ വരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങളൊരു കമ്പ്യൂട്ടർ സയൻസ് സ്ട്രീം തന്നെ എടുക്കുക. എന്നിട്ട് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ചില ഒത്തിരി പ്രഷർ കൊടുക്കണമെന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് സൈബർ സെക്യൂരിറ്റി ഫീൽഡ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ നന്നായി പഠിക്കുക. അതോടൊപ്പം തന്നെ മറ്റു വിഷയങ്ങളും പഠിക്കണം. എന്നാലും കമ്പ്യൂട്ടർ സയൻസിൽ കുറച്ചും കൂടി ശ്രദ്ധ കൊടുത്തുകൊണ്ട് പഠിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ 12th പഠിക്കുന്നവരാണ്, അതായത് നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് സ്ട്രീം അല്ല എങ്കിൽ
നിങ്ങൾ ചെയ്യേണ്ടത്, അതായത് സൈബർ സെക്യൂരിറ്റി ഫീൽഡിൽ വരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഡയറക്റ്റ്ലി ഒരു സൈബർ സെക്യൂരിറ്റി ഡിഗ്രി എടുക്കരുത്. അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ BSc കമ്പ്യൂട്ടർ സയൻസ് വിത്ത് സൈബർ സെക്യൂരിറ്റി അങ്ങനെയുള്ള ധാരാളം കോഴ്സുണ്ട്. അതായത് ഡയറക്റ്റ്ലി സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലൈസേഷൻ വരുന്ന കോഴ്സുകളാണത്. അപ്പോൾ ഡയറക്റ്റ്ലി അങ്ങനെയുള്ള കോഴ്സ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ചെയ്യേണ്ടത് BSc കമ്പ്യൂട്ടർ സയൻസ്, അതായത് അങ്ങനെയുള്ള ഏതെങ്കിലും ബേസിക് ഡിഗ്രി, അതായത് BCA അങ്ങനെയുള്ള ബേസിക് ഡിഗ്രി ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം വരുന്ന മാസ്റ്റേഴ്സ്, നിങ്ങൾ ഡയറക്റ്റ്ലി BSc കഴിഞ്ഞിട്ട് മാത്രം അവിടെ പഠിത്തം നിർത്തരുത്. നിങ്ങൾ പറ്റുവാണെങ്കിൽ, നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരങ്ങളുണ്ടെങ്കിൽ അവിടെ മാസ്റ്റേഴ്സ് കൂടെ ചെയ്യുക. ഇത് പറയാനുള്ള പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പഠിക്കാൻ പറ്റും, നമ്മുടെ ജീവിതത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു വയസ്സാണ് 18 മുതൽ 23 വരെ ഉള്ളത്. അപ്പോൾ ആ ഒരു ടൈം നമ്മൾ മാക്സിമം നമ്മുടെ കോൺസെൻട്രേഷൻ ഫുൾ പഠിത്തത്തിൽ തന്നെ കൊടുക്കുക. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ജോബ് നോക്കണം. ഇപ്പോൾ നിങ്ങളുടെ സാഹചര്യം പലരുടെയും പലതായിരിക്കും. എന്നിരുന്നാലും ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് മാക്സിമം എത്രത്തോളം പഠിക്കാൻ പറ്റുമോ അത്രത്തോളം പഠിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ +2-ൽ നിങ്ങൾക്ക് അടുത്തത് എന്താണെന്ന്, അതായത് നിങ്ങളുടെ മനസ്സിൽ സൈബർ സെക്യൂരിറ്റി മാത്രമാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒരു സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് ഡിഗ്രി ചെയ്യാം. ഇപ്പോൾ ധാരാളം യൂണിവേഴ്സിറ്റീസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് പല കോഴ്സുകളും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ആ കോഴ്സിലേക്ക് തന്നെ ജോയിൻ ചെയ്യാം. ഇനി നിങ്ങൾക്ക് സൈബർ സെക്യൂരിറ്റി ഫീൽഡ് അത്രയും അറിയില്ല, നിങ്ങൾക്ക് അത്രയും ഷുവർ അല്ല എങ്കിൽ ഒരു ബേസിക് ഡിഗ്രി ചെയ്യുക. അതായത് കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ഒരു ബേസിക് ഡിഗ്രി ചെയ്യുക. എന്നിട്ട് അവിടെ നിങ്ങളുടെ കരിയർ സൈബർ സെക്യൂരിറ്റിയിലേക്ക് സ്വിച്ച് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്കൊരു സൈബർ സെക്യൂരിറ്റി കരിയറിലേക്ക് വരണമെങ്കിൽ വേണ്ട കുറച്ച് മിനിമം എലിജിബിലിറ്റീസ് ആണ്, അതായത് ഡിഗ്രി, മാസ്റ്റേഴ്സ് ഉള്ളത്. പക്ഷേ ഈ സൈബർ സെക്യൂരിറ്റി, അതായത് ഈ ഒരു ഡിഗ്രി മാത്രം നേടിയത് കൊണ്ട് സൈബർ സെക്യൂരിറ്റിയിൽ നിങ്ങൾക്കൊരു വലിയ ആളാവാം എന്നുള്ളൊരു ചിന്ത അവിടെ പാടില്ല. കാരണം സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു വളരെ ചെറിയ സംഭവമല്ല, അതങ്ങനെ കിടക്കുകയാണ്. അതായത് ഡെയിലി അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡ് കൂടിയാണ് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു BSc ഡിഗ്രി കൊണ്ടോ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി കൊണ്ടോ സൈബർ സെക്യൂരിറ്റി ഫീൽഡിൽ ഒരു പുലിയാവാം എന്ന് നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് സെൽഫ് ലേണിംഗ് ആണ്. അതായത് കോളേജിൽ പഠിപ്പിക്കുന്ന സിലബസിലുള്ള കാര്യങ്ങൾ മാത്രമല്ലാതെ നമ്മൾ തന്നെ സ്വയം റിസർച്ച് ചെയ്ത് മാക്സിമം കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മുമ്പിൽ ധാരാളം വഴികളുണ്ട്. ഇപ്പോൾ ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പ്ലാറ്റ്ഫോമായ യൂട്യൂബ് തന്നെയാണ്. യൂട്യൂബിൽ ജസ്റ്റ് സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് കണ്ടൻറ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം റിസോഴ്സസ് വരും. ഫ്രീ ട്രെയിനിങ്ങും പല കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾ ഈ ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നതാണെങ്കിൽ നമ്മുടെ ഈ ചാനലിൽ തന്നെ നമ്മൾ ഒരു എത്തിക്കൽ ഹാക്കിംഗ് ട്രെയിനിങ്ങിൻ്റെ, അതായത് ഒരു ബിഗിനർ ടു ഒരു മിഡ് അഡ്വാൻസ്ഡ് ഒരു പ്ലേലിസ്റ്റ് തന്നെ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കാണുക. അപ്പോൾ നിങ്ങൾക്കൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൻ്റെ കാര്യമാണ് പറഞ്ഞത്, പക്ഷേ പുറത്ത് ധാരാളം കണ്ടൻസ് ഉണ്ട്. ഇപ്പോൾ ഉടമി എടുക്കുകയാണെങ്കിൽ അവിടെ ധാരാളം കണ്ടൻസ് ഉണ്ട്. നിങ്ങൾക്ക് എന്ത് കാര്യം വേണോ, ഇപ്പോൾ അവിടെ പെയ്ഡായിട്ടുള്ള കോഴ്സ് ഉണ്ട്, പക്ഷേ അതേപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള കോഴ്സസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ധാരാളം പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോളേജിൽ സിലബസിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ലാതെ നിങ്ങൾ സ്വയം റിസർച്ച് ചെയ്തിട്ട് മാക്സിമം കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാൻ പഠിച്ചത് തന്നെ ഇപ്പോൾ മാസ്റ്റേഴ്സ് ഇൻ സൈബർ സെക്യൂരിറ്റി ആണ്. പക്ഷേ അവിടെ സിലബസിലുള്ള കാര്യങ്ങൾ നല്ല സിലബസും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. പക്ഷേ അത് നമ്മുടെ ടീച്ചേഴ്സ് നമ്മളെ പഠിപ്പിക്കുന്ന വിധം വളരെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അവർക്കും സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് ഒരു തിയററ്റിക്കൽ വേ വഴി പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നല്ല പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് നല്ല രീതിയിൽ അതിനെ നമുക്ക് കുറച്ച് പറഞ്ഞു തരാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് അവർ മോശമാണെന്നല്ല പറഞ്ഞു വരുന്നത്, എന്നാലും അവർക്കൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് അവിടെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്കത് എത്ര രീതിയിൽ എഫക്റ്റീവായിട്ട് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആ കാര്യങ്ങളും പഠിക്കുക, അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മൾ സെൽഫ് റിസർച്ച് ചെയ്തിട്ട് മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ ഈ കോഴ്സിൻ്റെ ഗുണമെന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു കമ്പനിയിൽ ജോലി നോക്കുമ്പോൾ നമ്മുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ നമുക്ക് ഈ ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് ആണ്. അതായത് നമുക്ക് ആ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ആ കമ്പനിയുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഡിഗ്രി ഉണ്ട് എന്ന് പറയുന്നത് ഒരു പ്ലസ്സാണ്. അപ്പോൾ ആ ഇൻ്റർവ്യൂ വരുന്ന കാര്യങ്ങൾ നമുക്ക് പാസ്സാവണമെങ്കിൽ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കൊടുക്കണമല്ലേ. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ കുറേയൊക്കെ സ്വയം പഠിക്കാൻ ശ്രമിക്കണം.
പഠിക്കണം. ഫുൾ നമ്മൾ കോളേജിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ നമ്മൾ തന്നെ സ്വയം കുറേയൊക്കെ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ ഒരു ജോബിൽ കയറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് സ്വയം നമ്മുടെ രീതി തന്നെ ഒരു തിളങ്ങാനും നമുക്ക് സാധിക്കും അവിടെ. പിന്നെ പലർക്കും ഡൗട്ടുള്ള ഒരു കാര്യമാണ് സൈബർ സെക്യൂരിറ്റിയിലെ പലതരത്തിലുള്ള സർട്ടിഫിക്കേഷൻസിനെ കുറിച്ചിട്ട്. ഈ സർട്ടിഫിക്കേഷൻസ് പലരും ചെയ്യാറുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ CEH, കോംറ്റിയയുടെ സെക്യൂരിറ്റി പ്ലസ്, അങ്ങനെയുള്ള EJPT, അങ്ങനെയുള്ള ബേസിക് കുറേ സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് വളരെ കുറച്ച് എക്സ്പെൻസീവുമാണ്. അതുകൊണ്ട് തന്നെ സൈബർ സെക്യൂരിറ്റി എല്ലാവരും കുറച്ചൊരു എക്സ്പെൻസീവ് ഫീൽഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതെപ്പോഴാണ് ചെയ്യേണ്ടത്, ഈ സർട്ടിഫിക്കേഷൻ ചെയ്യേണ്ട ഒരു കറക്റ്റ് ടൈം എപ്പോഴാണ്? ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ +2 പാസ്സായി ഞാൻ പറഞ്ഞ ഈ ഒരു ഡിഗ്രി പഠിക്കുമ്പോൾ, അതായത് നിങ്ങളുടെ ഒരു ഫൈനൽ ഇയറൊക്കെ ആവുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ, അതായത് നിങ്ങളുടെ പ്ലേസ്മെൻറ്റും കോളേജിൻ്റെ പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടാവുന്ന സമയത്ത്, ആ ഒരു സമയത്ത് നിങ്ങൾ ഈ സർട്ടിഫിക്കേഷൻസ് ചെയ്യുകയാണെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. കാരണം ഇൻ്റർവ്യൂവിൽ പല കമ്പനികൾക്കും അവർ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ ഈ ഒരു സർട്ടിഫിക്കേഷൻസ് ഓൾസോ കൊടുത്തിട്ടുണ്ടാവും. അതായത് ഇന്ന സർട്ടിഫിക്കറ്റ് പ്രിഫേർഡ്, അതായത് CH പ്രിഫേർഡ് അല്ലെങ്കിൽ കോംറ്റിയ സെക്യൂരിറ്റി പ്ലസ് പ്രിഫേർഡ് എന്നോൾസോ അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു അഡ്വാൻറ്റേജ് ആണ്. നിങ്ങൾക്കിപ്പോൾ ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ ഇൻ്റർവ്യൂവിലെ പെർഫോമൻസിനാണ് അവിടെ എപ്പോഴും മുൻഗണന, സർട്ടിഫിക്കേഷൻസിനല്ല. വൺസ് നിങ്ങൾ ജോബിൽ കയറി കഴിഞ്ഞാൽ ചില കമ്പനീസ് നമുക്ക് ഈ സർട്ടിഫിക്കേഷൻസ് ഓഫർ ചെയ്യും. അവരുടെ തന്നെ ഒരു ഫിനാൻഷ്യൽ വെച്ചിട്ട് നമ്മളവിടെ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ തന്നെ നമ്മളെ ഈ സർട്ടിഫിക്കേഷൻ ചെയ്യാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് +2 കഴിഞ്ഞവർക്ക് ഒരു കരിയർ റോഡ് മാപ്പ് എന്ന് പറയുന്നത്. ഞാൻ ഒന്നും കൂടെ ആവർത്തിക്കാം. അപ്പോൾ നിങ്ങൾ 10ൽ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ അടുത്ത സ്ട്രീം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസ് തന്നെ ചൂസ് ചെയ്യുക. എന്നിട്ട് അല്ലെങ്കിൽ നിങ്ങൾ +2 ഉള്ളവരാണെങ്കിൽ, അതായത് നോൺ കമ്പ്യൂട്ടർ ഫീൽഡാണെങ്കിൽ ഒരു ബേസിക് കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രി അടുത്ത പാറ്റായിട്ട് എടുക്കുക. ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്, ഒരിക്കലും +2 കഴിഞ്ഞതിന് ശേഷം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലോ മറ്റു കാര്യങ്ങളിലോ പോയിട്ട് സൈബർ സെക്യൂരിറ്റി കോഴ്സ് പഠിച്ച് ജോബിന് കയറരുത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് തന്നെയായിരിക്കും. അപ്പോൾ +2 കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഉറപ്പാണെങ്കിൽ മാത്രം ഒരു BSc കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് ഒരു ഡിഗ്രി ചെയ്യുക. അത് നിങ്ങൾ സൈബർ സെക്യൂരിറ്റി അത്ര അറിയില്ല എങ്കിൽ ഒരു ബേസിക് കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രി അവിടെ ചെയ്യുക. അപ്പോൾ എന്നിട്ട് നിങ്ങൾ ആ ബേസിക് കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിനുശേഷം ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്യുക റിലേറ്റഡ് ടു സൈബർ സെക്യൂരിറ്റി. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് ഡിഗ്രി തന്നെയാണ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു മാസ്റ്റേഴ്സ് ചെയ്യണം എന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല. ഇൻ കേസ് നിങ്ങൾക്ക് ചെയ്യാനുള്ള സാഹചര്യമെല്ലാം ഉണ്ടെങ്കിൽ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഓൾസോ ചെയ്യുക. എന്നിട്ട് ഞാൻ പറഞ്ഞു സർട്ടിഫിക്കേഷൻ്റെ കാര്യം. സർട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫൈനൽ ഇയർ അല്ലെങ്കിൽ പ്ലേസ്മെൻറ്റ് ടൈമൊക്കെ ആകുമ്പോൾ മാത്രം ഈ ഒരു സർട്ടിഫിക്കേഷന് മുൻഗണന കൊടുക്കുക. എന്നിട്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂസ് കാര്യങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ജോബും കാര്യങ്ങളുമൊക്കെ കിട്ടുന്നത് ആയിരിക്കും. ഇനി നമുക്ക് ഡിഗ്രി പഠിച്ചുകൊണ്ട് നിൽക്കുന്നവരുടെ കാര്യം ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ പറഞ്ഞു ഇപ്പോൾ BSc കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്കങ്ങനെ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി പഠിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ അങ്ങനെ പഠിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടല്ലോ, പല ഇൻസ്റ്റിറ്റ്യൂട്ട്സും കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, അവർ ഒരു 6 months കോഴ്സ് നിങ്ങൾക്ക് പോകാം. അങ്ങനെ നിങ്ങൾക്ക് ഒരു ജോബിലേക്ക് കയറാൻ സാധിക്കും. പക്ഷേ ഒരിക്കലും +2 കഴിഞ്ഞ് അങ്ങനെ ചെയ്യരുത്. ഓക്കെ, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു നോൺ കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ഡിഗ്രിയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളൊരു മാസ്റ്റേഴ്സ് ഡിഗ്രി അവിടെ ചെയ്യുന്നത് നിങ്ങളുടെ കരിയറിന് വളരെ നല്ല ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. കാരണം ഒരു കമ്പനി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് തീരെ വരുന്നില്ല. അപ്പോൾ നിങ്ങളവിടെ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടെന്നുള്ളൊരു പേര് ഓൾസോ വരും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നല്ലൊരു കമ്പ്യൂട്ടർ സയൻസ് ഒരു ബാക്ക്ഗ്രൗണ്ടും അവിടെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ജോബിന് കയറുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ അവിടെ മീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഡിഗ്രി പഠിക്കുന്നവരുള്ളവരോട് എനിക്ക് പറയാനുള്ള അഡ്വൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കൂടെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് സർട്ടിഫിക്കേഷൻസ് ഓൾസോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ
ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മൾ ഇനിയും അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈബർ സെക്യൂരിറ്റിയിലുള്ള പല കരിയേഴ്സും കാര്യങ്ങളൊക്കെയാണ്. എന്തൊക്കെയാണ് സൈബർ സെക്യൂരിറ്റി ജോബ്സ്, പല ജോബ്സും അതിലുള്ള ഡൊമൈൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി വരുന്നൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത് എങ്ങനെ നമുക്ക് സൈബർ സെക്യൂരിറ്റി കരിയറിലേക്ക് അല്ലെങ്കിൽ ഫീൽഡിലേക്ക് വരാം +2 കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ ഡിഗ്രിക്ക് ശേഷം എന്നുള്ളതാണ്. നമ്മളിനി വരുന്നൊരു വീഡിയോയിൽ സൈബർ സെക്യൂരിറ്റിയിലെ പല ജോബ്സും ഡൊമൈൻസും കാര്യങ്ങളും എല്ലാം വ്യക്തമായി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. ബൈ.